ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവരും എക്സാമിൻ്റെ ഭയങ്കര തിരക്കിലാണെന്ന് എനിക്കറിയാം, നല്ല ചൂട് പിടിച്ച പഠനത്തിലാണെന്നും അറിയാം. അങ്ങനെയെങ്കിൽ ഒട്ടും നിങ്ങളുടെ ടൈം കളയാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സർക്കിൾസിലെയും അതുപോലെ ടാൻജൻസിലെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സർക്കിൾസിൽ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളോട് നിർബന്ധമായിട്ടും ചോദിക്കും. ഇവിടെ ഒരു ആംഗിൾ തരും ആൻഡ് അടുത്ത രണ്ട് ആംഗിൾസ് നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇവിടെ ADCB എന്ന് പറഞ്ഞുള്ള ആൾ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ചക്രീയ ചതുർഭുജമാണ്. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകളുടെ സം 180 ആയിരിക്കും. അപ്പോൾ ഇത് 110 ആണെങ്കിൽ ഇത് 70 ഡിഗ്രി ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് അടുത്ത ആംഗിൾ കാണണമെങ്കിൽ ഈ A എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും C എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നുമാണ് ആരുണ്ടാകുന്നത്, D എന്ന് പറഞ്ഞ ഈ ഒരു ആംഗിൾ ഉണ്ടാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് പോയിന്റ്സ് സർക്കിളിൻ്റെ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും സെൻറ്ററിൽ ഉണ്ടാക്കുക. സോ 70ൻ്റെ ഇരട്ടിയായി 140 ആയിരിക്കും എന്തുണ്ടാവുക, സെൻറ്ററിൽ ഉണ്ടാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്തതും സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ. ഇവിടെ ഈ ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 40 ഡിഗ്രി ആണെന്ന്. പിന്നെ നമ്മളോട് ചോദിക്കുകയാണ് ADB എന്ന് പറഞ്ഞ ഈ ഒരു ആംഗിൾ എത്രയാണെന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒരു ലൈനിൻ്റെ മുകളിൽ ആകെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും, അത് 180 ഡിഗ്രി ആയിരിക്കും. സോ ഒരു ലൈനിൻ്റെ മുകളിലാണ് ആരൊക്കെ ഉണ്ടായിരിക്കുന്നത്, ഇവനും ഇവനും. സോ ഇവൻ 40 ആണെങ്കിൽ ഇവൻ ഉറപ്പായിട്ടും എത്രയായിരിക്കും, 140 ഡിഗ്രി ആയിരിക്കും. അടുത്തതായി ACB ആണ് നമ്മളോട് ചോദിച്ചത്. നിങ്ങൾക്കറിയാം ഇത് 140 ആണെങ്കിൽ ഇത് 180 മൈനസ് 140. കാരണം എന്താ, ഈ കിടക്കുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ചക്രീയ ചതുർഭുജമാണ്. സോ ഇതെത്ര, 40 ആണ്. ആൻഡ് ഇത് 40 ആണെങ്കിൽ ഇത് 80 ആണ്. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചോദ്യം ചോദിക്കും. ആൻഡ് പിന്നെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമുക്ക് എന്താണ്, ഒരു സർക്കിൾ വരയ്ക്കാൻ പറയും, അതിൻ്റെ റേഡിയസ് തരും. ആൻഡ് പിന്നെ എന്താണ്, 50, 60, 70 ഡിഗ്രി ആണ് അതിൻ്റെ ആംഗിൾസ് വേണ്ടത് എന്ന് പറയും. എനിക്ക് മനസ്സിലായില്ല. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ ആരുള്ള ഒരു വൃത്തം വരയ്ക്കണം. ആൻഡ് ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിൻ്റെ ഡിഗ്രി ആംഗിൾസ് 50, 60, 70 ആവണം എന്നാണ് പറഞ്ഞത്. ഓ ബട്ട് വേർട്ടിസസ് ഓൺ ദിസ് സർക്കിൾ, അതായത് ഇങ്ങനെയല്ല വരയ്ക്കേണ്ടത്, ഇങ്ങനെ വരയ്ക്കണം എന്നാണ് അവർ പറഞ്ഞത്. സോ ഇത് എന്താ ചെയ്യേണ്ടത്, ഇത് ഇൻ സർക്കിൾ ആണോ സർക്കം സർക്കിൾ ആണോ, അകത്താണോ സർക്കിൾ പുറത്താണോ സർക്കിൾ, പുറത്താണ് സർക്കിൾ അല്ലേ, പുറത്താണ് സർക്കിൾ. ശരി, അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു സർക്കിൾ വരയ്ക്കണം, അതിൻ്റെ റേഡിയസ് എത്രയാണ്, 3 എന്ന്. സോ 3 സെൻറ്റിമീറ്റർ ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കാൻ ആർക്കും ഒരു പാടുമില്ലല്ലോ. എല്ലാ മക്കൾസും ധൈര്യമായിട്ട് എന്ത് ചെയ്യും, 3 സെൻറ്റിമീറ്റർ ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു ട്രയാങ്കിൾ വരണം. ആ ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് 50, 60, 70 ആണ്. 50, 60, 70 ഡിഗ്രി ആണ്. അപ്പോൾ മക്കൾസ് എന്താ ചെയ്യേണ്ടത്, ഇനി ഇതിൻ്റെ ഒക്കെ നേരെ ഡബിൾ നിങ്ങൾ എടുക്കുക. 100, 120, 140 ഡബിൾ എടുക്കുക. ഇനിയോ ഈ സാധനങ്ങൾ നിങ്ങൾ സെൻറ്ററിൽ അടയാളപ്പെടുത്തണം. ആദ്യം ഞാൻ 100 ഡിഗ്രി അടയാളപ്പെടുത്തുന്നു, അത് കഴിഞ്ഞ് ഞാൻ 120 ഡിഗ്രി ഇവിടെ അടയാളപ്പെടുത്തുന്നു, അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് എത്രയാണ്, 140. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി ഈ പോയിൻറ്റ്സ് തമ്മിൽ കൂട്ടിമുട്ടിച്ചാൽ എന്താവും, നിങ്ങളുടെ ആൻസർ ആവും. സാറേ അവർ പറഞ്ഞത് എന്താ, ഒരു സർക്കിൾ വേണമെന്ന്, അതിൻ്റെ റേഡിയസ് 3 ആവണം. കറക്റ്റാണ്. പിന്നെ അവർ പറഞ്ഞത് എന്താണ്, മൂലകളൊക്കെ ഈ വൃത്തത്തിലായിക്കൊണ്ട് ഒരു ത്രികോണം വരയ്ക്കണം. വരച്ചു. ആൻഡ് അവർ പറഞ്ഞിരുന്നു ആംഗിൾസ് 50, 60, 70 ആവണമെന്ന്. അത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ നോക്കൂ. ഇവിടെ 140 നമ്മൾ എടുത്തു, അതുകൊണ്ട് നമുക്ക് ഇവിടെ എത്ര കിട്ടും, 70 കിട്ടും. അതേ രീതിയിൽ എല്ലായിടത്തിലും ആംഗിൾ കിട്ടൂലേ, നിങ്ങൾ നോക്കൂ. ഇവിടെ 120 ആയതുകൊണ്ട് ഇവിടെ 60 കിട്ടും, ഇവിടെ 100 ആയതുകൊണ്ട് ഇവിടെ 50 കിട്ടും. സോ ആംഗിൾസ് എല്ലാം എന്തായി, സെയിം ആയി. ഈ ഒരു രീതിയിലാണ് വരയ്ക്കുന്നത്. സോ ചിലപ്പോൾ നിങ്ങളോട് എന്താണ് ഈ ടാൻജൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്താണ്, ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ രീതിയിൽ പോകാൻ പറയും കേട്ടോ. ഈ ഒരു രീതിയിൽ പോകാൻ പറയും, റേഡിയസ് 3 ആണ് എന്ന് പറയും. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ, അത് വരാൻ പോകുന്നുണ്ട്, അവിടെ നമുക്ക് നോക്കാം അല്ലേ. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്, ഇവിടെ ഈ ഒരു ഫിഗർ അകത്ത് ട്രയാങ്കിൾ വരാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്, ഈ തന്നിരിക്കുന്ന ആംഗിളിൻ്റെ നേരെ ഡബിൾ എടുക്കും. പക്ഷേ അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊരു നേക്കാണ്. അത് അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് നോക്കാം. റെഡി ആണല്ലോ? റെഡി സാർ. അടുത്തതായിട്ട് ഈ ഒരു രീതിയിലുള്ള ഒരു ചോദ്യം മക്കൾ നിർബന്ധമായിട്ടും പഠിച്ചു പോകണം. സർക്കിളിൻ്റെ അകത്ത് 2 കോഡുകൾ കട്ട് ചെയ്ത് പോകുന്നു. ഇത് 9 ആണ്, ഇത് 4 ആണ്, ഇത് 3 ആണ്. അങ്ങനെയെങ്കിൽ PD എന്ന് പറഞ്ഞ ഈ ഒരു ലെങ്ത് എത്രയാണ് എന്നാണ് നമുക്കറിയേണ്ടത്. സോ ഇവിടെയുള്ള ഇക്വേഷൻ എന്താണ് എന്ന് നമുക്കറിയാം. ഈ പീസ് ഇൻറ്റു ഈ പീസ് ഈക്വൽ ടു ഇത് ഇൻറ്റു ഇതാണ്. അല്ലെങ്കിൽ എന്താ, PA ഇൻറ്റു PB സമം PC ഇൻറ്റു PD ആണ്. PA ഇൻറ്റു PB സമം PC ഇൻറ്റു PD ആണ്. PC ഇൻറ്റു PD ആണ് എന്ന് നമ്മൾക്ക് അറിയാം. ഇനി ഓരോന്നിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു, ഇത് വളരെ ഈസി ആയിട്ട് കിട്ടൂലേ. PA എത്രയാണ്, PA എത്രയാണ്, 9 ആണ്. 9 ഇൻറ്റു 4 സമം PC എത്ര,
3 ഇൻറ്റു പി ഡി. സോ പി ഡി കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 3 എങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഇവിടെ 9 ഇൻറ്റു 4 36 ഈ 3 ഇങ്ങോട്ട് വന്നാൽ ബൈ 3 ഈക്വൽ ടു പി ഡി. അങ്ങനെയെങ്കിൽ പി ഡി എത്ര, 36/3 12 സെൻറ്റിമീറ്റർ. 12 സെൻറ്റിമീറ്റർ എളുപ്പമല്ലേ? സോ ആ സാധനം നിങ്ങൾ വിടരുത്. ആൻഡ് പിന്നെന്താണ് യെസ്, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് എന്താണ്, നേരത്തെ സർക്കിളിൻ്റെ അകത്തായിരുന്നു ഈ രണ്ട് കോഡുകൾ കൂട്ടിമുട്ടിയിരുന്നത് അല്ലേ? ഇതും ഒരു ഞാൻ കോഡാണ്, ഇതൊരു ഞാൻ കോഡാണ്. ഇത് സർക്കിളിൻ്റെ അകത്തായി കൂട്ടിമുട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഇൻറ്റു ഇത് സമം ഇത് ഇൻറ്റു ഇത്. പക്ഷേ ഇനി നിങ്ങൾ നോക്കൂ, രണ്ട് കോഡുകൾ, രണ്ട് ഞാണുകളുണ്ട്, പക്ഷേ അവരകത്ത് കൂട്ടിമുട്ടുന്നില്ല. പക്ഷെ പുറത്തോട്ട് നീട്ടി വരച്ചപ്പോൾ എന്തായി, കൂട്ടിമുട്ടി. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള കണക്ഷൻ മക്കൾ കറക്റ്റ് ഓർക്കണം. ഇവിടെ പുറമുള്ള ആൾ പി എ ഇൻറ്റു ഇവിടെ ടോട്ടലുള്ള ആൾ പി ബി ഈക്വൽ ടു ഇവിടെ പുറമുള്ള ആൾ ആരാ, പി സി ഇൻറ്റു ഇവിടെ ടോട്ടലുള്ള ആൾ പി ഡി. അതാണ് ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്ന് മക്കൾസ് നല്ലോണം ഓർക്കണം. ആൻഡ് ഇവർ പറഞ്ഞിട്ടുണ്ട് പി എ എത്രയാണ്, 3 ഇൻറ്റു പി ബി. പി ബി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെ പി എ എത്രയാണ്, 3. പക്ഷേ എ ബി ആണ് 9 തന്നത്. അപ്പം നിങ്ങൾ കൊണ്ടുപോയി ഇത് 9 എഴുതരുത്, എ ബി ആണ് എന്ത് പറഞ്ഞത്, 9 തന്നത്. അപ്പോൾ നമുക്ക് പി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇത് രണ്ടും കൂടി കൂട്ടണം അല്ലേ? ഇത് ഇൻറ്റു ഇതാണോ? അല്ല, ഇത് ഇൻറ്റു ഈ ടോട്ടലാണ്. സോ ഈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 3 + 9 എത്ര, 12 ഈക്വൽ ടു പി സി എത്ര, 4 ഇൻറ്റു പി ഡി നമുക്കറിയൂല, അവിടെ വെച്ചേക്കുന്നു. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്, സി ഡി ആണ് അല്ലേ കാണാൻ പറഞ്ഞത്. ആരപ്പോൾ സി ഡി? പി സി എത്ര, 4. ഇത് 4 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഈ ഇക്വേഷൻ വെച്ചാൽ നമുക്ക് ആരേ കിട്ടൂ, ഈ ടോട്ടലേ കിട്ടൂ. കുഴപ്പമില്ലടാ, ഈ ടോട്ടൽ കിട്ടിയാൽ മതി. ഈ ടോട്ടൽ 20 കിട്ടിക്കഴിഞ്ഞാൽ ഇത് 4, ഇത് എത്രയായിരിക്കും, 16 ആയിരിക്കും അല്ലേ? സോ ഞാനൊന്ന് ചെയ്ത് നോക്കുകയാണ് ഇതിൻ്റെ ബാക്കി പി ഡി കിട്ടാൻ വേണ്ടി. ഞാൻ ഇവൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ 3 ഇൻറ്റു 12 36. ഇവൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബൈ 4 ഈക്വൽ ടു പി ഡി. സോ എനിക്ക് പി ഡി എത്രയാണെന്ന് കിട്ടി, 9 സെൻറ്റിമീറ്റർ. പി ഡി എത്ര, 9 സെൻറ്റിമീറ്റർ ആണ്. പി ഡി 9 സെൻറ്റിമീറ്റർ ആണെങ്കിൽ സി ഡി എത്രയായിരിക്കും നിങ്ങൾ പറ. ടോട്ടൽ 9, ഇത് 4. അപ്പോൾ എന്താ, 9ൽ നിന്ന് 4 കുറച്ചാൽ മതി. 9 - 4 ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. സിമ്പിളായിട്ട് കിട്ടുന്നില്ലേ? 4 ഇൻറ്റു 36, 3 ഇൻറ്റു 12 36. ഓക്കെ, റെഡിയാണ്. 5 സെൻറ്റിമീറ്റർ ആണ്. അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് നിർബന്ധമായിട്ടും അടിപൊളിയായി പഠിച്ചിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം, അതിൻ്റെ സൈഡ്സ് എത്രയാവണം, 5 സെൻറ്റിമീറ്റർ. എത്രക്കാ, 3 സെൻറ്റിമീറ്റർ. ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം, അതിൻ്റെ സൈഡ്സ് എത്രയായിരിക്കണം, 5 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. ഓക്കെ, 5 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ. ഓക്കെ, പിന്നെന്താ നമ്മളോട് പറഞ്ഞത്, ഡ്രോ എ സ്ക്വയർ ഓഫ് ദ സെയിം ഏരിയ. ഇതിൻ്റെ അതേ ഏരിയയുള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. ഈ ചോദ്യം മക്കളെ നിങ്ങളോട് ഏതൊക്കെ രീതിയിൽ ചോദിക്കാൻ നിങ്ങൾക്കറിയോ? ഈ ഒരു രീതിയിൽ ചോദിക്കാം. ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം, അതിൻ്റെ സൈഡ് 5, 3 ആവണം, എന്നിട്ട് അതേ ഏരിയയുള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ പറയും. ചിലപ്പോൾ അത് ഇങ്ങനെ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക, എന്ത്, ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് ഏരിയ 15. റെക്റ്റാങ്കിൾ വരയ്ക്കണം, അതിൻ്റെ ഏരിയ 15 എന്നാണ് പറഞ്ഞത്. അതൊക്കെ നേരത്തെ നമ്മളോട് പറഞ്ഞു റെക്റ്റാങ്കിൾ വരയ്ക്കണം, സൈഡ് 5, 3. പിന്നെ പറയാണ് റെക്റ്റാങ്കിൾ വരയ്ക്കണം, അതിൻ്റെ ഏരിയ 15 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എടാ 5, 3 ആണ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഏരിയ എന്താ, 15 ആണ്. അതായത് ഈ രണ്ട് ക്വസ്റ്റ്യൻ എന്താ, ഒരേ രീതിയിലാണ് വരിക. ഇനി ഇതേ ഏരിയ ഉള്ള ഒരു എന്താണ് നമുക്ക് ഇവിടെ വരയ്ക്കേണ്ടത്, സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. ഇതേ ഏരിയ ഉള്ള സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര, 15 അതിൻ്റെ ഏരിയ അല്ലേ? ഇതിൻ്റെ ഏരിയ എത്ര, 15. സോ ഇതേ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു സ്ക്വയർ വരയ്ക്കണം, അതിൻ്റെ ഏരിയ എത്ര, 15. അപ്പോൾ ആ രീതിയിലും ചോദ്യം വരും, എന്ത്, ഒരു സ്ക്വയർ വരയ്ക്കണം. ഓക്കെ, നിങ്ങൾക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? ഞാൻ ആദ്യം മുതൽ പറയാം, നല്ലോണം വൃത്തിക്ക് ശ്രദ്ധിക്കണേ. ഒന്നെങ്കിൽ നമ്മളോട് പറയും സൈഡ്സ് 5, 3 ഉള്ള എന്ത് വരയ്ക്കണം, ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം, ഇതേ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. ഓക്കെ, അതായത് 5, 3 സൈഡാണ്, ഏരിയ 15. ഓക്കെ ആണല്ലോ, റെഡി. രണ്ടാമത് നമ്മളോട് പറയാം ഏരിയ 15 ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, എന്നിട്ട് അതേ ഏരിയ ഉള്ള സ്ക്വയർ വരയ്ക്കുക. അപ്പോഴും ഏരിയ 5 ആണെങ്കിൽ സൈഡ്സ് 5, 3 എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ചോദിക്കും എത്ര, ഓക്കെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല അല്ലേ? 5, 3 എടുത്താൽ മതി. അപ്പോൾ നേരത്തെ അതേ ക്വസ്റ്റ്യൻ ആയത്. പിന്നെ ഇവർ അതും മാറ്റി ചോദിക്കുക, എന്ത്, ഏരിയ 15 ഉള്ള എന്ത് ഒരു സ്ക്വയർ വരയ്ക്കാമെന്ന് ഡയറക്റ്റ് അങ്ങ് പറയും. അപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏരിയ 15 ഉള്ള സ്ക്വയർ വരയ്ക്കണമെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, 15ഉം 3 ഉള്ള ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കലാണ്. ചിലപ്പോൾ ഇതുമല്ല ചോദിക്കുക, ഈ ഒരു രീതിയിൽ ചോദിക്കും, ഒരു സൈഡ് √15 ആയിട്ടുള്ള ഒരു സ്ക്വയർ വരയ്ക്കാനാണ് പറയുക. അന്നപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഈ ഒരു സെയിം മെത്തേഡാണ്.
സോ എന്തൊക്കെ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു മെത്തേഡ് വൃത്തിക്ക് പഠിച്ചിരിക്കണം. ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇത് വൃത്തിക്ക് മനസ്സിലാക്കണേ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. അതിൻ്റെ സൈഡ്സ് എത്രയൊക്കെയാണെന്നാണ് ഓല് പറഞ്ഞത്, 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ. ഇതേ ഏരിയ ഉള്ള ഒരു എന്താ വരയ്ക്കേണ്ടത്, സ്ക്വയറാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്വയറിൻ്റെ ഏരിയ എത്ര 15 ആണ്. സോ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഈ സ്ക്വയറിന് എത്രയാണ് ഏരിയ വരേണ്ടത്, 15 ആണ്. വിച്ച് മീൻസ് ഈ ഒരു വരയ്ക്കാൻ പോകുന്ന സ്ക്വയറിൻ്റെ ഒരു സൈഡ് √15 ആണ് വേണ്ടത്. ആയിക്കോട്ടെ. അപ്പോൾ ഈ √15 എന്ന് പറയുന്ന ലെങ്ത്ത് നമ്മളുടെ സ്കെയിലില്ല. അത് ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ 5 ഞാൻ ഇവിടെ തന്നെ വെച്ചു. ഈ 3 ഞാൻ എന്ത് ചെയ്തു, ഈ 3 സെൻറ്റിമീറ്റർ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് നീട്ടി വരച്ചു. ഓക്കെ, 3 സെൻറ്റിമീറ്റർ. സോ ഇത് ടോട്ടൽ 5 ഉണ്ട്, ഇത് 3 ഉണ്ട്. അപ്പോൾ ടോട്ടൽ 8 അല്ലേ? ആണ് സാർ. ഇനി ഇവൻ വ്യാസമാക്കി അല്ലെങ്കിൽ ഒരു ഡയമീറ്റർ ആക്കി ഞാനൊരു സെമി സർക്കിൾ ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ സെമി സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് സെൻറ്റർ കിട്ടണ്ടേ? വേണം. 5 3 8, 8ൻ്റെ സെൻറ്റർ ഇവിടെ കറക്റ്റ് 4 അല്ലേ? സോ 4 ഇവിടെ വെച്ചിട്ട് ഇത് ആരമാക്കി എടുത്തിട്ടാണ് നിങ്ങൾ വരയ്ക്കുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 3 സ്പ്ലിറ്റ് ആകുന്ന പോയിന്റിൽ നിന്ന് ഇങ്ങനെ നേരെ മുകളിലോട്ട് വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈനിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഇത് 5ഉം ഇത് 3ഉം അല്ലേ? അങ്ങനെയെങ്കിൽ ഈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 × 3 എത്ര, 15 ആണോ? അല്ല, √15 ആയിരിക്കും ഈ ഒരു ലൈൻ. സോ √15 എന്ന് പറഞ്ഞ ഒരു സൈഡ് നമുക്ക് കിട്ടി. അത് ഇത് ഈ ഒരു ലെങ്ത് എന്താ, ഒരു സൈഡായി വരുന്ന സ്ക്വയർ അങ്ങ് വരച്ചാൽ മതി. നോക്കൂ, അപ്പോൾ ഈ ലെങ്ത്ത് നിങ്ങൾ എന്ത് ചെയ്യും, കോമ്പസിലെടുക്കുന്നു, ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കുന്നു, ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കുന്നു, ഇതിങ്ങോട്ട് നീട്ടി വരയ്ക്കുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ നീട്ടി വരയ്ക്കുന്നു, ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്നു. അപ്പോൾ എന്തായി, നിങ്ങളുടെ സ്ക്വയർ സിംപിളി ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതെങ്ങനെയാ സാർ? എടാ ഉറപ്പല്ലേ, ഒരു സൈഡ്, ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് √15 ആണെങ്കിൽ അതിൻ്റെ ഏരിയ എത്രയായിരിക്കും? നിർബന്ധമായിട്ടും 15 ആയിരിക്കും. നിർബന്ധമായിട്ടും എത്രയായിരിക്കും? 15 ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ മക്കളോട് പറയാം എന്താ, √18 ഏരിയയുള്ള ഒരു √18 സൈഡ്സ് ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാനായിരിക്കും പറയാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ വരയ്ക്കുന്നത് 5ഉം 3ഉം ആണോ വരയ്ക്കേണ്ടത്? അല്ല, നിങ്ങൾ എത്രയൊക്കെയാണ് വരയ്ക്കേണ്ടത്? 5ഉം 3ഉം എടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു 6 സെൻറ്റിമീറ്റർ എടുക്കുക, പിന്നെ എന്ത് ചെയ്യുക, ഒരു 3 സെൻറ്റിമീറ്റർ എടുക്കുക, എന്നിട്ടോ ഇവിടെ ഒരു ഇത് വരയ്ക്കുക, ആൻഡ് ഇവിടുന്ന് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുക. ഇതായിരിക്കും √18. ചിലപ്പോൾ എല്ലാ കേസിലും നമ്മളോട് എന്താ റെക്റ്റാങ്കിൾ വരച്ചിട്ട് വരയ്ക്കാൻ പറയൂല. ചിലപ്പോൾ എന്താ ഡയറക്റ്റായിട്ട് √18 സൈഡുള്ള സ്ക്വയർ വരയ്ക്കാമെന്നായിരിക്കും പറയുക. അപ്പോൾ നിങ്ങളിവിടെ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ നിൽക്കണ്ട. ഈ √18 18 എങ്ങനെയാണ് കിട്ടുന്നത്? 6 × 3. സോ നിങ്ങൾ ഇവിടെ 6ഉം ഇവിടെ 3ഉം എടുക്കുന്നു. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കുത്തനെ വരച്ച് കഴിഞ്ഞാൽ എന്താ, 6 × 3 18ൻ്റെ റൂട്ടായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക എന്നാണ് അർത്ഥം. ചിലപ്പോൾ നിങ്ങളോട് പറയുക √18 സൈഡുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനായിരിക്കും. അപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്താ √18 √15 അല്ലെങ്കിൽ അങ്ങനെയുള്ള വാല്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താ, ഓക്കെ √20 ആണ് കിട്ടേണ്ടതെങ്കിൽ നിങ്ങൾ ആലോചിക്കണം 20നെ എങ്ങനെയാണ് കിട്ടുക. 20 = 5 × 4. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം ഒരു 5 സെൻറ്റിമീറ്റർ വരയ്ക്കും, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 4 സെൻറ്റിമീറ്റർ വരയ്ക്കും, പിന്നെ എന്താ 5ൻ്റെയും 4ൻ്റെയും നടുവിൽ എത്രയാണ്, 4.5 ആണ്. അത് ഡയമീറ്റർ വ്യാസമാക്കി അർദ്ധവൃത്തം വരയ്ക്കും. ഈ 5ഉം 4ഉം സ്പ്ലിറ്റ് ആകുന്നിടത്ത് നിന്ന് കുത്തനെ മുകളിലോട്ട് വരയ്ക്കും. അങ്ങനെയെങ്കിൽ 5 × 4 20ൻ്റെ റൂട്ടായിരിക്കും ഈ ലൈൻ. ആ ഒരു കൺസെപ്റ്റ് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം. സോ അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സർക്കിൾസിൽ നിന്നും എന്താവില്ല, ഒറ്റ മാർക്കും പോവില്ല, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇനി ടാൻജൻസിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നോക്കൂ, ഇത് 105 ആണെങ്കിൽ ADB ഈ ഒരു ആംഗിൾ എത്ര, അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, 75 ആയിരിക്കും. പിന്നെ നമ്മളോട് ചോദിച്ചത് AOB ഈ ഒരു ആംഗിൾ എത്ര, അതും സർക്കിൾസിൽ നമുക്കറിയാം ഇതിൻ്റെ ഡബിൾ 150 ആണ്. APB ഓക്കെ, APB യെസ്, APB എത്രയാണ് എന്നാണ് ചോദിച്ചത്. ആരാ APB? ഇവൻ എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ മക്കൾസ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ മനസ്സിലാക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A എന്ന് പറഞ്ഞ പോയിന്റ്, B എന്ന് പറഞ്ഞ പോയിന്റ്. ഓക്കെ, നോക്കൂ, പുറത്തുനിന്നുള്ള 2 തൊടുവരകളാണ്, ടാൻജൻസ് ആണ് ഇവന്മാർ രണ്ടാളും. ഈ ടാൻജൻസ് വൃത്തത്തെ തൊടുന്ന പോയിന്റിൽ നിന്നുള്ള ആരമാണ് ഇവന്മാർ രണ്ടാളും. സോ തൊടുവരകൾക്കിടയിലുള്ള കോണും ആരങ്ങൾക്കിടയിലുള്ള കോണും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അവരുടെ സമ്മ 180 ഡിഗ്രി ആയിരിക്കും. സോ ഇത് 150 ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് 180 - 150 എത്ര, 30 ഡിഗ്രി ആണ് ഉണ്ടാവുക. അടുത്ത ABP ഈ ഒരു ആംഗിളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ABP ഈ ഒരു ആംഗിൾ കിട്ടാൻ എന്താണ് വഴി? ഈ ഒരു ആംഗിൾ കിട്ടാൻ ഒരു വഴിയുണ്ട്. ആർക്കെങ്കിലും അതറിയോ? അതും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അതായത് നമ്മളുടെ കയ്യിലൊരു എന്തുണ്ട്, ഒരു ഞാണുണ്ട്, ഒരു കോഡ് ഉണ്ടെന്ന് വിചാരിക്കുക.
ഈ ഒരു കോഡ് ഉണ്ട് ആൻഡ് ഈ ഒരു കോഡിൻ്റെ ഒരു തമ്പത്ത് കൂടി പോകുന്ന എന്തുണ്ട് ടാൻജൻറ്റും ഉണ്ട്. സോ ഈ ഒരു കോഡും ടാൻജൻറ്റുമായിട്ട് വൃത്തത്തിൻ്റെ ഈ ഒരു സൈഡിലേക്ക് നോക്കൂ, കോഡ് ടാൻജൻറ്റ് അല്ലേ, വൃത്തത്തിൻ്റെ ഈ ഒരു സൈഡിലേക്ക് എന്തുണ്ടാക്കുന്നുണ്ട്, ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ആംഗിൾ എന്തിന് ഈക്വൽ ആയിരിക്കുന്നോ, ഇതേ കോഡ് വൃത്തത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ഒന്നും കൂടി ആലോചിക്കുക. ഈ ഒരു ടാൻജൻ്റ് ഉണ്ട് അല്ലേ, ഇവിടെ ഇങ്ങനെ ഒരു ടാൻജൻ്റ് ഉണ്ട് ആൻഡ് ഇവിടെ ഇങ്ങനെ ഒരു കോഡ് ഉണ്ട്. സോ കോഡും ടാൻജൻറ്റും ആയിട്ട് ഇവിടെ മാത്രമാണോ ആംഗിൾ ഉണ്ടാക്കുന്നത്, ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ആംഗിൾ. അതാണ് ഞാൻ പറഞ്ഞത്, എന്ത് കോഡും ടാൻജൻറ്റുമായിട്ട്, കോഡ് ടാൻജൻറ്റ് അല്ലെങ്കിൽ എന്താ ഞാണ് തൊടുവര, ഞാണും തൊടുവരയുമായി വൃത്തത്തിൻ്റെ ഒരു സൈഡിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എന്തിന് ഈക്വൽ ആയിരിക്കും, ഈ കോഡ് അല്ലെങ്കിൽ ഞാൻ വൃത്തത്തിൻ്റെ ഇപ്പുറത്തുള്ള സൈഡിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും. സോ ഇത് 75 ആയതുകൊണ്ട് ഇതും 75 ഡിഗ്രി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് ABO എന്ന് പറഞ്ഞ ഈ ഒരു ആംഗിളാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ABO ഈ ഒരു കുഞ്ഞി ആംഗിളാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് നമ്മൾ കാണുന്നത്, അതറിയാവുന്നവരാറാം. സാറേ ഈ ഒരു പോയിന്റ് കൂടിയുള്ള ടാൻജൻ്റ് ആണ് ഇവൻ, ഈ ഒരു പോയിന്റിൽ നിന്നുള്ള റേഡിയസ് ആണ് ഇവൻ. ഈ ടാൻജൻറ്റിൻ്റെയും റേഡിയസിൻ്റെ ഇടയിലുള്ള ആംഗിൾ, ഈ ഒരു ആംഗിൾ എപ്പോഴും എന്തായിരിക്കും 90 ആയിരിക്കും. ആൻഡ് ഇത് 75 ആണെന്ന് നമുക്കറിയാം അല്ലേ, ഇതെത്ര 75, അപ്പോൾ ഇത് എത്ര ആയിരിക്കും, ടോട്ടൽ 90 ആണെങ്കിൽ ഇത് 75 ആണെങ്കിൽ ഇതെത്ര 15 ഡിഗ്രി ആയിരിക്കും. സോ എല്ലാത്തിൻ്റെയും ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറയും നമ്മളോട് ഒരു സർക്കിൾ വരയ്ക്കാൻ, അതിൻ്റെ റേഡിയസ് ഇത്രയാണ് എന്ന് നമ്മളോട് പറയും. ഓക്കെ, സോ മക്കൾസ് ആദ്യം തന്നെ എന്ത് ചെയ്യണം, സർക്കിൾ വരയ്ക്കണം, റേഡിയസ് ഇത്രയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെയും കാത്തിരിക്കേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ആ സർക്കിൾ വരയ്ക്കാം. 3 സെൻറ്റിമീറ്റർ റേഡിയസുള്ള സർക്കിൾ പറയാം. പിന്നെയാണ് അവർ പറയാം മാർക്ക് എ പോയിന്റ് 7 സെൻറ്റിമീറ്റർ അവേ ഫ്രം ഇറ്റ്സ് സെൻറ്റർ, അതിൻ്റെ സെൻറ്ററിൽ നിന്നും 7 സെൻറ്റിമീറ്റർ അകലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. അതിപ്പോൾ എങ്ങനെയാ, എന്തോ പാടുണ്ടോ, ഇവിടെ സ്കെയിൽ വെക്കുന്നേ. ഓക്കെ, സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ പോകുന്നു, എത്ര 7 സെൻറ്റിമീറ്റർ ആകുന്നവരെ ഇങ്ങനെ പോകുന്നത്. ഓക്കെ, 7 സെൻറ്റിമീറ്റർ ആയി. സോ നമ്മൾ നിർത്തി. അപ്പോൾ ഒരു സർക്കിൾ വരച്ചു, അതിൻ്റെ 7 സെൻറ്റിമീറ്റർ അകലെ നമ്മൾ എന്ത് ചെയ്തു, ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇതുവരെ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ, 7 സെൻറ്റിമീറ്റർ അവേ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഓക്കെ, ആ പോയിന്റിന് ഞാൻ പേരും കൊടുക്കാം, വെറുതെ പവർ ആവട്ടെ, P എന്ന് പറഞ്ഞ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, ഡ്രോ ടാൻജൻസ് ഫ്രം ദാറ്റ് പോയിന്റ് ടു ദ സർക്കിൾ, ആ ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്കുള്ള തൊടുവരകൾ വരയ്ക്കുക. ഈ പോയിന്റിൽ നിന്നും വൃത്തത്തിലേക്ക് എനിക്ക് എന്ത് ചെയ്യണം, തൊടുവര വരയ്ക്കണം. അപ്പോൾ എല്ലാ മക്കളും പറയും ഹൊയ് 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 എന്നും പറഞ്ഞ് വരച്ചിട്ട് മാർക്ക് കിട്ടാൻ പോകുന്നില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് തൊടുവര വരയ്ക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടോട്ടൽ ലെങ്ത് ഡയമീറ്റർ ആക്കിയിട്ട് ഒരു സർക്കിള്, അല്ലെങ്കിൽ ഈ ടോട്ടൽ ലെങ്ത് വ്യാസമാക്കിയിട്ട് ഒരു സർക്കിൾ വരയ്ക്കണം. ടോട്ടൽ ലെങ്ത് 7 ആണ് സാറേ, അപ്പോൾ അതിൻ്റെ സെൻറ്റർ വരിക 3.5 എന്ന് ഞങ്ങൾക്ക് അറിയാം. സോ ഈ 3.5 സെൻറ്റിമീറ്റർ എന്താണ്, ഇവിടെയാണ് ഇതിൻ്റെ സെൻറ്റർ. സോ സെൻറ്റർ ഇതാണെങ്കിൽ ഇതാണ് ആരം അല്ലേ. അപ്പം ഞാൻ ഇവിടെ കോമ്പസിൻ്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു വൃത്തം വരയ്ക്കുന്നു. ഇനിയാണ് എൻ്റെ പരിപാടി തുടങ്ങാൻ പോകുന്നത്. ഇനി ഈ പിയിൽ നിന്നും ഈ 2 വൃത്തങ്ങളും കൂട്ടിമുട്ടുന്ന പോയിൻറ്റ്സിലേക്ക് ഞാൻ ജസ്റ്റ് ലൈൻസ് ഇങ്ങനെ റെഡ് കളറിൽ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ പ്രോപ്പറായിട്ടുള്ള ടാൻജൻറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് തോന്നുന്ന മാതിരി ഈ ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഈ വൃത്തത്തിലേക്ക് വരയ്ക്കരുത്. പകരം എന്താ, ഈ ഒരു ലെങ്ത്തിൻ്റെ കറക്റ്റ് സെൻറ്റർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവൻ ആരമാക്കിയിട്ട് ഒരു വൃത്തം വരയ്ക്കുക. വിച്ച് മീൻസ് ഈ ഒരു ലെങ്ത്ത് ഡയമീറ്റർ വ്യാസമാക്കിയിട്ട് ഒരു വൃത്തം വരയ്ക്കുന്നു. 2 വൃത്തം കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റിലേക്കാണ് ഇവിടുന്ന് ടാൻജൻസ് വരയ്ക്കേണ്ടത്. പിന്നെ അവർ പറയുന്നുണ്ട് മെഷർ ദ ലെങ്ത് ഓഫ് ടാൻജൻസ്, അതായത് ഈ ഒരു ടാൻജൻറ്റിൻ്റെ ലെങ്ത് എഴുതുക എന്നാണ് പറഞ്ഞത്. ആ ലെങ്ത് കണ്ടുപിടിക്കാനല്ല പറഞ്ഞത്, നമ്മൾ എന്താ ചെയ്യേണ്ടത്, അളന്ന് എഴുതുകയാണ് വേണ്ടത്. എന്താ വേണ്ടത്, അളന്ന് എഴുതുകയാണ് വേണ്ടത്. നിങ്ങൾ ജസ്റ്റ് സ്കെയിൽ വെച്ച് അളന്ന് നോക്കുക, 4.3 എത്രയോ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അത് ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെച്ചാൽ മാത്രം മതി. അടുത്തതായി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡ്രോ എ സർക്കിൾ വിത്ത് റേഡിയസ് 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കണം. എപ്പോഴേ വരച്ചു കഴിഞ്ഞു സാർ, 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കണം. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് 2 ആംഗിൾസ് 60 ഡിഗ്രി 70 ഡിഗ്രി. ഓക്കെ, ഒരു ട്രയാങ്കിൾ വരയ്ക്കണം, അതിൻ്റെ ആംഗിൾസ് 60 70 ആവണം. ആംഗിൾസ് എത്രയൊക്കെ ആവണം, 60ഉം 70ഉം ആവണം. അപ്പോൾ ടോട്ടൽ എത്രയായി, 130. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ 50 ആവണം അല്ലേ. ഓക്കെ, റെഡി, നോ പ്രോബ്ലം. അപ്പോൾ സർക്കിളും വരച്ചു, ട്രയാങ്കിളും വരച്ചു. മാർക്കായില്ലേ ഇല്ല, വിത്ത് ഓൾ ഇറ്റ് സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ. അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡും വൃത്തത്തിനെ തൊടണം.
ആ മാറ്റം നിങ്ങൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞ ഈ ത്രികോണത്തിൻ്റെ ഓരോ കോണുകളും എന്താവണം എന്നാണ് പറഞ്ഞത്, ഓരോ കോണുകളും ഈ വൃത്തത്തിന്മേൽ വരണം എന്നായിരുന്നു സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ. ആ ഒരു രീതിയിൽ ചെയ്യാനാണ് നമ്മൾ പഠിച്ചിരുന്നത്. അതായത് ഈ വൃത്തത്തിൻ്റെ ഉള്ളിലായിരുന്നു ത്രികോണം വന്നിരുന്നത്. സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്, ഇങ്ങനെയാണ് ചെയ്തത് അല്ലേ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ ശരിയാവോ നിങ്ങൾ പറ. കാരണം എന്താ, ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് ഓൾ ഇറ്റ്സ് സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ ഇപ്പോൾ വൃത്തത്തിനെ തൊടുന്നുണ്ടോ? ട്രയാങ്കിളിൻ്റെ സൈഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ, ഇവൻ. ഈ സൈഡ് വൃത്തത്തിന് എവിടെ തൊടുന്നത്, ഈ സൈഡ് തൊടുന്നുണ്ടോ? ഇല്ല, മൂലകളാണ് ഇപ്പം തൊടുന്നത്, വേർട്ടിസസ് ആ തൊടുന്നത്. നമുക്ക് എന്താ വരേണ്ടത്, സൈഡ്സ് തൊടണം. അതിന് നമ്മൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല, അതിന് നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? അതിന് നമ്മൾ ഈ ഒരു രീതിയിൽക്കല്ലേ സെറ്റ് ചെയ്യേണ്ടത്. നോക്കൂ, ഇപ്പോഴല്ലേ ശരിക്കും എന്ത് ചെയ്യുന്നത്, സൈഡ്സ് തൊടുന്നത് അല്ലേ. ഇപ്പോഴല്ലേ സൈഡ്സ് വൃത്തത്തിനെ തൊടുന്നത്. ആണ് സാർ. അങ്ങനെയെങ്കിൽ ഈ ഒരു ഫിഗർ ഞങ്ങൾ എങ്ങനെയാണ് വരയ്ക്കുക? ഈ ഫിഗർ വരയ്ക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതായത് 60, 70, 50 ആണ് നമുക്ക് വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് വരേണ്ടത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ അകത്താണ് ട്രയാങ്കിൾ വരേണ്ടതെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്, പറയുന്ന ആംഗിളിൻ്റെ നേരെ ഡബിളാണ് സെൻറ്ററിൽ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ. പക്ഷേ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, പുറത്താണ് ട്രയാങ്കിൾ വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡബിൾ അല്ല, 180ൽ നിന്നും ഇത് കുറച്ചിട്ട് എഴുതാം. 180 60 കുറച്ചാൽ എത്ര, 120. 180 70 കുറച്ചാൽ 110. ഇവിടെ എത്ര വരിക, 130. ഇവരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെൻറ്ററിൽ മാർക്ക് ചെയ്യേണ്ടത്. സോ ഞാൻ ആദ്യം 120 മാർക്ക് ചെയ്യുന്നു ആൻഡ് 110 മാർക്ക് ചെയ്യുന്നു. പിന്നെ എത്ര, 130. ഓട്ടോമാറ്റിക്കലി ഇത് 130 ഉണ്ടാവും. ഇനി അപ്പോൾ നിങ്ങളൊക്കെ ആലോചിക്കും, ഓക്കെ സാർ ഇനി ഞങ്ങൾക്കറിയാം എന്താ നിങ്ങളൊക്കെ ആലോചിക്കും, എന്താടാ എന്നാ വേറെ കളർ എടുക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങളൊക്കെ ആലോചിക്കും എന്താ, ആ സാറേ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ആൻസർ ആയിന്ന്. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആംഗിൾസ് എത്രയ്ക്കാണ് വരിക നിങ്ങൾ പറ. ഇത് 130 ആണല്ലേ. അപ്പോൾ അതിൻ്റെ പകുതി 65 അവിടെ വരിക. മാത്രമല്ല 65 വരുന്നത് മാത്രമല്ല, നമുക്കിതാ ഇങ്ങനെ ഉള്ളിലാണോ ട്രയാങ്കിൾ വരേണ്ടത്, അല്ലെ ട്രയാങ്കിൾ പുറത്താണ് വരേണ്ടത്. എന്നിട്ട് ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആണ് എന്ത് ചെയ്യേണ്ടത്, വൃത്തത്തിനെ തൊടേണ്ടത് അല്ലേ. സോ ഇങ്ങനെയല്ല നമുക്ക് വരേണ്ടത്. നമുക്ക് എങ്ങനെയായിരിക്കും അപ്പോൾ വരേണ്ടത് നിങ്ങൾ പറ. യെസ് സാറേ, ഇനി ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഓരോ പോയിൻറ്സും ഇല്ലേ, ഈ ഓരോ പോയിൻറ്സ് കൂടി നിങ്ങൾ ടാൻജൻറ്റ് തൊടുവര വരച്ചാൽ മതി. അതെങ്ങനെ ചോദിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് എന്താ കറക്റ്റ് ഇതിന് ഏകദേശം ഒരു 90 ഡിഗ്രി ആകുന്ന രീതിയിൽ ലൈൻസ് അങ്ങ് വരച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അത് പോണതാ ഇതിലെയും വരയ്ക്കുന്നു. ഓക്കെ. ആൻഡ് ഇതിലെയും നിങ്ങൾ എന്ത് വരയ്ക്കുന്നു, ടാൻജൻസ് അല്ലെങ്കിൽ തൊടുവരകൾ വരയ്ക്കുന്നു. ഈ 3 തൊടുവരയും കൂടി കൂട്ടിമുട്ടിയിട്ടാണ് നമ്മളുടെ എന്തുണ്ടാകുക, ത്രികോണം ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പോൾ ഇവിടെയുള്ള ലോജിക്ക് എന്താണ് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. സാർ ഞങ്ങളുടെ ആംഗിൾസ് എങ്ങനെ കറക്റ്റ് ആവും എന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോന്ന് നിങ്ങൾ ആ കൂട്ടിമുട്ടിയെ മായ്ക്കണം എന്നില്ല കേട്ടോ. ഇവിടെയുള്ള ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, 2 എന്താ ആരങ്ങൾക്കിടയിലുള്ള കോണും തൊടുവരകൾക്കിടയിലുള്ള കോണും. നോക്കൂ, 2 തൊടുവര, ആ തൊടുവര വൃത്തത്തെ തൊടുന്ന പോയിന്റിൽ നിന്നുള്ള ആരം. സോ ഇവന്മാർക്കിടയിലുള്ള ഈ കോണുകൾ തമ്മിൽ എന്താ കണക്ഷൻ, 180 ആണ്. സോ ഇത് 130 ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് 180 മൈനസ് 130 എത്ര ഉണ്ടാവും, 50 ഡിഗ്രി ഉണ്ടാവും സാറേ. 50 ഡിഗ്രി ഉണ്ടാവും സാറേ. സോ ഇത് 120 ആണെങ്കിൽ ഇവിടെ എത്ര, 60. പകുതി ആയതുകൊണ്ടാണോ, അല്ല 180 മൈനസ് 60 അങ്ങനെയാണ്, 150 മൈനസ് 120 അങ്ങനെയാണ് കിട്ടിയത്. അതുകൊണ്ട് ഇത് 110 ആണെങ്കിൽ ഇത് എത്ര ഉണ്ടാവും, 70 ഡിഗ്രി ഉണ്ടാവും. സോ അവർ പറഞ്ഞ സർക്കിൾ ഉണ്ട് ഇവിടെ. ആൻഡ് സർക്കിളിൻ്റെ പുറത്ത് എന്തുണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ട് 50 70 60 ഡിഗ്രി ഉള്ള 60 70 50 ഡിഗ്രി ഉള്ള ട്രയാങ്കിൾ ഉണ്ട്. ആൻഡ് ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എല്ലാം എന്താണ്, വൃത്തത്തിനെ തൊടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. സോ ഈ ഒരു സാധനവും സർക്കിൾസിലെ സാധനവും തമ്മിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, ഒരിക്കലും മാറിപ്പോകരുത്. അതിനൊറ്റ ഐഡിയ ഉള്ളൂ, നിങ്ങളിങ്ങനെ ആ ഒരു ലോജിക്ക് ആലോചിക്കണം. അതായത് ഇവിടെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ ഒരു സാധനത്തിൻ്റെ പകുതി ഇവിടെ വരും എന്നുള്ളതാണ് പോയിന്റ്. അല്ലെങ്കിൽ നിങ്ങൾ എന്താ കറക്റ്റ് ഇങ്ങനെ ആലോചിക്കുക, ആ ചോദ്യം കറക്റ്റ് ആലോചിക്കണം. വിത്ത് ഓൾ ഇറ്റ്സ് സൈഡ്സ് ടച്ചിങ്. ഒരു വൃത്തത്തിൻ്റെ മുകളിൽ എന്താ തട്ടേണ്ടത്, ത്രികോണത്തിൻ്റെ സൈഡ്സ് തട്ടണമെങ്കിൽ അത് ടാൻജൻസ് ആയിട്ടാണ് പോവേണ്ടത് അല്ലേ. സോ ടാൻജൻസിലെ നമ്മളുടെ കയ്യിലുള്ള പോയിന്റ് എന്താണ്,
തൊടുവരകൾക്ക് ടാൻജൻസിൻ്റെ ഇടയിലുള്ള കോണും ഇവിടെ ഇതിൻ്റെ റേഡിയസിൻ്റെ ഇടയിലുള്ള കോണും എന്താണ്? യെസ്, സമ്മ് 120 ആണെന്നാ. സോ എനിക്ക് 180. സോ എനിക്ക് ഇവിടെ 60 കിട്ടണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? 180 മൈനസ് 60 ഇവിടെ ചെയ്യണം. ഇവിടെ 70 കിട്ടണമെങ്കിൽ 180 മൈനസ് 70 ഞാൻ നടുവിൽ എടുക്കാൻ പാടുള്ളൂ. ആ ഒരു പോയിന്റ് നിങ്ങൾ, ആ ഒരു സാധനം നിങ്ങൾ അങ്ങനെ തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഈ രണ്ട് ചിത്രങ്ങൾ തമ്മിലുള്ള മാറ്റം? ഒന്നിൽ ട്രയാങ്കിൾ പുറത്താണ്, അടുത്തതിൽ എന്താ വരുന്നത്? ട്രയാങ്കിൾ അകത്താണ്. സർക്കിൾസിൽ നിന്നാണെങ്കിൽ എന്താ വരുന്നത്? സർക്കിൾസ് പുറത്താണ് വരുന്നത്. ഓക്കെ, ടാൻജൻസിൽ നിന്നാണെങ്കിൽ എന്താ വരുന്നത്? ട്രയാങ്കിൾ ആണ് പുറത്ത് വരുന്നത്. ആ മാറ്റം നിങ്ങൾ ദയവ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കണം. അടുത്തതായിട്ട് നമ്മളോട് ചിലപ്പോൾ ഒരു സെയിം ഫിഗർ തന്നെ എങ്ങനെ, അതായത് ഒരു സർക്കിള് ആൻഡ് അതിൻ്റെ പുറത്തു കൂടി ഇങ്ങനെ ഒരു ട്രയാങ്കിൾ, ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ തരിക. പക്ഷെ ഒരൊറ്റ മാറ്റം ഉണ്ടാവും. നേരത്തെ നമ്മളോട് അകത്ത് വരയ്ക്കാൻ പറഞ്ഞ വൃത്തത്തിൻ്റെ ആരം നമുക്കറിയായിരുന്നു. സോ ആ വൃത്തം ആദ്യം വരയ്ക്കാൻ പറ്റി. ഇനി നമ്മൾ ഈ വരയ്ക്കാൻ പോകുന്ന വൃത്തത്തിൻ്റെ ആരം നമുക്ക് അറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ആ ട്രയാങ്കിൾ അങ്ങ് വരയ്ക്കും. കാരണം ട്രയാങ്കിളിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞിട്ടുണ്ടാവും. നോക്കൂ, ട്രയാങ്കിൾ എ ബി സിയിൽ എ ബി 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഞാൻ എ ബി വരയ്ക്കുന്നു 6 സെൻറ്റിമീറ്റർ. അബിയാണോ? എ ബി 6 സെൻറ്റിമീറ്റർ. പിന്നെ എന്താ? എ 60. സോ ഞാൻ ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് കറക്റ്റ് 60 ഡിഗ്രി ഇങ്ങോട്ട് വരയ്ക്കും. ആൻഡ് പിന്നെ എന്താണ്? ബി 65. സോ ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് ഞാൻ ബി 65 ഡിഗ്രി വരയ്ക്കും. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യണ്ട, അവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല. ഡ്രോ ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന് പറഞ്ഞ ത്രികോണം വരയ്ക്കണം. ഓക്കെ, ഓൾറെഡി വരച്ചു കഴിഞ്ഞു. പിന്നെന്താണ്? ആൻഡ് കൺസ്ട്രക്ട് ഇറ്റ്സ് ഇൻ സർക്കിൾ. ഇതിൻ്റെ ഇൻ സർക്കിൾ വരയ്ക്കണം എന്നാണ് പറഞ്ഞത്. അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ സർക്കിൾ വരണം എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ഉള്ളിലാണ് സർക്കിൾ വരേണ്ടത്. ഓക്കെ, ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ സർക്കിൾ വരണം എന്നാണ് പറഞ്ഞത്. ആൻഡ് മെഷർ ഇറ്റ്സ് റേഡിയസ്. എനിവേ, ഇതിൻ്റെ ഉള്ളിൽ സർക്കിൾ വരണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എന്തെന്നാ നോക്കി, ഈ ഒരു ട്രയാങ്കിൾ ഉള്ളിൽ സർക്കിൾ തന്നെ. പക്ഷെ ആ സർക്കിൾ ആദ്യം വരച്ചിട്ട് പിന്നെ പുറത്തു ട്രയാങ്കിൾ വരയ്ക്കുകയും ചെയ്ത്. കാരണം എന്താ? സർക്കിളിൻ്റെ റേഡിയസ് അറിയായിരുന്നു. പക്ഷെ ഇവിടെ സർക്കിളിൻ്റെ റേഡിയസ് അറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ട്രയാങ്കിളിൻ്റെ എല്ലാം അറിയായിരുന്നു. സോ ആ ട്രയാങ്കിൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം വരച്ചു. ഇനി ഈ സർക്കിൾ വരയ്ക്കണമെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്റർ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലേ? സോ എന്താ ചെയ്യേണ്ടത് വളരെ ഈസി ആയിട്ടുള്ള കാര്യം, ഈ ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും രണ്ട് സൈഡിന് മക്കൾസ് എന്ത് ചെയ്യണം? ആംഗിൾ ബൈസെക്ടർ വരയ്ക്കണം. ആംഗിൾ ബൈസെക്ടർ. ഈ ആംഗിളിന് ഒരു ബൈസെക്ടർ, ഇതിനും ബൈസെക്ടർ. അതെങ്ങനെയാ? കോമ്പസിൽ ഏതെങ്കിലും അളവ് എടുത്ത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇടുന്നു. ആൻഡ് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട്, ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട്. ആൻഡ് ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റ് കൂടി ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ എന്തായി? ആംഗിൾ ബൈസെക്ടറായി. ഓക്കെ ആണല്ലോ. ഇനിയോ അടുത്തതായിട്ട് നിങ്ങൾ ഈ ഒരു സൈഡിൽ, ഈ ഒരു മൂലയിൽ വെച്ചിട്ടും അതേ പരിപാടി ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തായി? അടുത്ത ആംഗിൾ ബൈസെക്ടറായി. ഈ രണ്ട് ആംഗിൾ ബൈസെക്ടർ കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റാണ് നമ്മൾ അകത്ത് വരയ്ക്കാൻ പോകുന്ന വൃത്തത്തിൻ്റെ കേന്ദ്രം. സോ കേന്ദ്രം നമുക്ക് കിട്ടിയോ? കിട്ടി. അപ്പോൾ നിങ്ങൾ ചോദിക്കും റേഡിയസ് ഏടാന്ന്. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് കറക്റ്റ് താഴോട്ട് എന്താ കുത്തനെ ഒരു ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് റേഡിയസ് ആയി എടുത്തിട്ട് ഇങ്ങനെ കറക്കി അങ്ങ് വരച്ചാൽ മതി. ചിലപ്പം കറക്കുമ്പോൾ ഇവിടെ തട്ടൂല. അപ്പോൾ നിങ്ങൾ ചെറിയ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ എന്താ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ ആ കാര്യങ്ങളൊക്കെ മക്കൾസ് എന്ത് ചെയ്യുക? ക്ലിയർ ആക്കി വെക്കുക. ആൻഡ് ഇങ്ങനെ വരും ചിലപ്പോൾ. എങ്ങനെ? ഈ ഒരു രീതിയിൽ ഫിഗർ വന്നു കഴിഞ്ഞാൽ ചിത്രത്തിൽ എ ബി വ്യാസവും പി അത് നീട്ടിയതിലെ ഒരു ബിന്ദുവുമാണ്. പിയിൽ നിന്നുള്ള തൊടുവര വൃത്തത്തെ ക്യൂവിൽ തൊടുന്നു. വൃത്തത്തിൻ്റെ ആരം എത്രയാണ്? ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ് നമുക്ക് കാണേണ്ടത്. ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ് നമുക്ക് കാണേണ്ടത്. അതായത് നേരത്തെയൊക്കെ നമുക്കൊരു കാര്യം അറിയാനു അല്ലേ? എന്താണത്? ഇങ്ങനെയാണെങ്കിൽ ഇത് പി ആണ്, ഇത് എ ബി സി ഡി. പി എ ബി സി ഡി. ഇങ്ങനെയാണെങ്കിൽ നമുക്കറിയായിരുന്നു എന്താണ്? പി എ ഇൻറ്റു പി ബി സമം പി സി ഇൻറ്റു പി ഡി ആണ് നമുക്കറിയാമല്ലേ? പക്ഷെ ഇവിടെ എന്താണ്? ഒരാളിങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇവിടെ ഉള്ള ചങ്ങായി എന്താ ഇങ്ങനെയാണോ പോകുന്നത്? അല്ല, ഇവിടെ ഉള്ള ചങ്ങായി പിന്നെ ഇവന് ടാൻജൻ്റായിട്ട് തൊടുവരായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു കണക്ഷൻ ഉണ്ട്. അത് മക്കൾ നോട്ട് ചെയ്തോളൂ. ഈ ടോട്ടൽ ലെങ്ത് ഇല്ലേ ഇവിടെ ഉള്ള, അത് ഇൻറ്റു ഇവിടെ പുറമുള്ള ആൾ, അതായത് പി എ ഇൻറ്റു പി ബി. പി എ ഇൻറ്റു പി ബി. ഈ പി എ ഇൻറ്റു പി ബി എന്നുള്ളതല്ല നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. എന്താണ്? ഇവിടെ ടോട്ടലുള്ള ആൾ ഇൻറ്റു ഇവിടെ പുറമുള്ള ആൾ, ഓർ ഇവിടെ പുറമുള്ള ആൾ ഇൻറ്റു ഈ ടോട്ടലുള്ള ആൾ എന്നുള്ളതാണ്. അപ്പോൾ പി എ ഇൻറ്റു പി ബി സമം ഇവിടെ ആരാ? പി ക്യു ആണ്. സോ പി ക്യൂൻ്റെ സ്ക്വയർ. ഇതാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന
ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ പി എ എത്രയാണെന്ന് നമുക്കറിയോ? അറിയാം സാർ. പി എ ഈ ടോട്ടൽ എത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്? 8 പറഞ്ഞിട്ടുണ്ട്. സോ പി എ ഇൻറ്റു പി ബി സമം എന്താ? പി എ ഇൻറ്റു പി ബി സമം പി ഡി സ്ക്വയർ. അതാണ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്ന ഇക്വേഷൻ. ഈ ടോട്ടൽ ഇൻറ്റു പുറമുള്ള ആൾ ഈക്വൽ ടു ഇവൻ്റെ സ്ക്വയർ. പി ഡി ആണോ? പി ക്യൂ സ്ക്വയർ. പി ക്യൂ സ്ക്വയർ ആണല്ലോ. ഓക്കെ, പി ക്യൂ സ്ക്വയർ. പി എ ഇൻറ്റു പി ബി സമം പി ക്യൂ സ്ക്വയർ. പി എ എത്രയാണെന്നറിയാം? 8 ആൻഡ് പി ബി അറിയോ? പി ബി അറിയോ? ഇല്ല, അതൊന്നും അറിയില്ല. അപ്പോൾ പി ബി അങ്ങനെ തന്നെ അവിടെ വെച്ചു. അപ്പോൾ പി എ ഇൻറ്റു പി ബി സമം പി ക്യൂൻ്റെ സ്ക്വയർ. പി ക്യൂ ആരാ? 4. സോ 4ൻ്റെ സ്ക്വയർ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അങ്ങനെയെങ്കിൽ എനിക്ക് പി ബി അല്ലേ കാണണ്ടേ? പി ബി ഇവിടെ വന്നോട്ടെ, ഞാൻ ഈ 8 ഇങ്ങോട്ടാണ് കൊണ്ടുവരിക. സോ പി ബി ഈക്വൽ ടു 4ൻ്റെ സ്ക്വയർ എത്ര? 16 ഇവിടെ ഉണ്ട്. ഈ 8 ഇങ്ങോട്ട് വന്നാൽ ബൈ 8. അപ്പോൾ എത്ര? പി ബി എനിക്ക് 2 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. അതായത് ഈ ഒരു ചങ്ങായി എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ്. ആര്? ഇവൻ എന്താ? 2 സെൻറ്റിമീറ്ററാണ്. എനിക്ക് കാണേണ്ടി എന്താ? ഈ വൃത്തത്തിൻ്റെ ആരമാണ്. അതായത് വ്യാസം കണ്ടാൽ ആരം കണ്ടൂടെ? അപ്പോൾ എനിക്ക് ഈ വ്യാസം കണ്ടാൽ മതി. ഏത്? എ ബി കണ്ടാലും മതി. അപ്പോൾ നോക്കൂ നിങ്ങൾ, ടോട്ടൽ 8, ഇത് 2. 8ൽ നിന്ന് 2 കുറച്ചാൽ എനിക്ക് എ ബി കിട്ടൂലേ? ഉണ്ട്. എ ബി ഈക്വൽ ടു 8 - 2 ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. എങ്ങനെ മനസ്സിലായോ? എ ബി എന്ന് പറഞ്ഞാൽ ഈ ടോട്ടലാണ് അല്ലേ? സോറി, ഇവിടുന്ന് ഇവിടം വരെ ഉള്ളത്. ഇത് കിട്ടണം എന്താ മതി? ടോട്ടലിൽ നിന്നും 2 കുറച്ചാൽ മതി. 8ൽ നിന്ന് 2 കുറച്ചാൽ മതി. സോ എനിക്ക് എ ബി 6 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എത്ര? 6 സെൻറ്റിമീറ്റർ. അങ്ങനെയെങ്കിൽ റേഡിയസ് എത്രയാണ്? ഇതിൻ്റെ പകുതി 3 സെൻറ്റിമീറ്റർ ആയിരിക്കും ആരം. സിമ്പിൾ അല്ലേ? സോ ഇവിടെ എന്താ ഇക്വേഷൻ പ്രയോഗിക്കേണ്ടത് എന്നുള്ളത് മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ? റെഡിയാണ് സാർ. അങ്ങനെയെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെന്ന് ചോദിക്കാനുള്ളത്? സർക്കിൾസിൽ നിന്നല്ല, ടാൻജൻസിൽ നിന്ന്. സർക്കിൾസിൽ നിന്ന് അതൊക്കെയാണ്, ടാൻജൻസിൽ നിന്നും ഇതൊക്കെയാണ്. ഇവിടെ വരയ്ക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് മക്കൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടാവാൻ, അല്ലെങ്കിൽ എന്താ ആ ഒരു ഇൻസർക്കിൾ അകത്താണോ വരുന്നത് പുറത്താണോ വരുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ മതി. അപ്പോൾ അതെന്താ? അത് ഈ ക്ലാസ്സൊക്കെ കണ്ടിട്ട് നല്ലോണം അത് മനസ്സിലാക്കണം. ആ ചോദ്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് സർക്കിൾ വരയ്ക്കും. ആൻഡ് ഓൾ ഇറ്റ്സ് വേർട്ടിസസ് ടച്ചിങ് ദ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ സർക്കിളിൻ്റെ എന്താണ്? ഈ ഒരു ട്രയാങ്കിളിൻ്റെ മൂലകളാണ് ഈ വൃത്തത്തിനെ തൊടുന്നത്. ഈ ഒരു രീതിയിലാണ് വരിക. ഇനി ചിലപ്പോൾ എങ്ങനെയാണ് പറയുക? സർക്കിൾ ഉണ്ടാവും. ഓൾ ഇറ്റ്സ് സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ എന്ന് പറയും. സൈഡ്സ് സർക്കിളിനെ ടച്ച് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് വരിക? ഇങ്ങനെയാണ് വരിക. അപ്പോൾ അത് നിങ്ങളൊന്ന് നല്ലോണം നോക്കിയാൽ മതി. ചിലയിടത്തിൽ അത് ഇൻ സർക്കിൾ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താ? ട്രയാങ്കിൾ അതിൻ്റെ അകത്താണ് സർക്കിൾ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇതന്നെയാണ് ഇത്. നോക്കൂ, ഇൻ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിൾ എന്താ? അകത്താണ്. അതേ സാധനം തന്നെയാണ് എന്ത്? ട്രയാങ്കിളിൻ്റെ സൈഡ്സ് സർക്കിളിൻ്റെ ടാൻജൻസ് ആവണമെന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെ വരുന്നത്. ഞാൻ കൂടുതൽ പറഞ്ഞ് അലമ്പാക്കുന്നില്ല. അതിൽ നിങ്ങൾ നല്ലോണം ഒന്ന് ശ്രദ്ധ ചെലുത്തണം. ഓക്കെ, സോ മറ്റു വീഡിയോസിനായി കാത്തിരിക്കുക. ദാറ്റ്സ് ഓൾ ഫ്രം these all chapters, these 2 chapters. ഓക്കെ, സോ നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു ചാനലിൽ എത്തുന്നത്. നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് മാത്സ് എക്സാമുമായി ബന്ധപ്പെട്ട സകല സാധനങ്ങളും നമ്മൾ വാട്സപ്പ് ചാനലിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പം തന്നെ അതിൽ വന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ. സോ ഈ വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. ഒന്ന് പാസ്സാവാൻ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. A+ കിട്ടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് അയച്ചു കൊടുക്കുക. ഫുൾ മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. ഏതെങ്കിലും ഒരു ഫ്രണ്ടെങ്കിലും നിനക്കുണ്ടെങ്കിൽ നീ അവനിത് അയച്ചു കൊടുക്കണം. അവൻ രക്ഷപ്പെടട്ടെ. സോ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സീ യു. ബൈ.